ന്യൂസ് ഡീകോഡിലേക്ക് വീണ്ടും. സ്റ്റീഫൻ ഹോക്കിംഗ് നരവംശ ചരിത്രത്തിലെ വേറിട്ട അധ്യായമാണ്. അസാധാരണ മനുഷ്യനാണ്. മനുഷ്യ ശരീരത്തിലെ ഭൂരിഭാഗവും ചലനമറ്റിട്ടും തലച്ചോറ് കൊണ്ട് വിപ്ലവവും വിസ്മയവും സൃഷ്ടിച്ചയാൾ. ഹോക്കിങ്ങിനെ പോലെ ഹോക്കിങ്ങിന് മുകളിൽ ചിന്തിച്ച് എന്തിനധികം മനസ്സുകൊണ്ട് കമ്പ്യൂട്ടറും ഫോണും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാക്ഷാൽ എലോൺ മസ്ക്. മസ്കിന്റെ പല ഫേമുകളിൽ ഒന്നായ ന്യൂറാലിങ്ക് വികസിപ്പിച്ചെടുത്ത ടെലിപ്പതി മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവത്തിന് തുടക്കമിടാൻ പോകുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നു. മൃഗങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ചതിന് ശേഷം ഈ പറഞ്ഞ ടെലിപ്പതി മനുഷ്യനിലും പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നുവെന്നും ആദ്യ രോഗി സുഖകരമായിരിക്കുന്നുവെന്നും അറിയിച്ചിരിക്കുകയാണ് മസ്ക്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് പൂർണ്ണമായി മനസ്സിലാകാത്തൊരു കാര്യം, എന്താണ് ഈ ടെലിപ്പതി, അത് മനുഷ്യനിൽ എങ്ങനെയാണ് സംയോജിപ്പിക്കാൻ പോകുന്നത്, ഏതൊക്കെ നിലക്കാണ് ഇത് വിപ്ലവമാകാൻ പോകുന്നത്, ഇതിന് ഏതെല്ലാം തരത്തിലുള്ള വിമർശനാത്മകമായൊരു സംഗതി കൂടിയാണ് ടെലിപ്പതി എന്നുള്ളതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. എന്താണ് മസ്കിന്റെ ടെലിപ്പതി എന്നുള്ളതാണ് വിശദമായി നമ്മൾ വരുന്നത്. തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചിപ്പാണ് ടെലിപ്പതി എന്നുള്ളത്. അതായത് എക്സ്മെൻ സീരീസ് സിനിമകളൊക്കെ കണ്ട കാഴ്ചക്കാർക്ക് അറിയുമായിരിക്കും. അതിലെ ചാൾസ് സേവിയർ എന്ന കഥാപാത്രത്തെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു മൊബൈൽ ഫോൺ ആയാലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മനസ്സ് മാത്രം ചലിച്ചാൽ പോരാ, മെയ്യിനൊപ്പം നമ്മുടെ അവയവങ്ങൾ കൂടി ചലിപ്പിച്ചാൽ മാത്രമേ ഒരു ഇലക്ട്രോണിക് ഉപകരണം, അതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു മൊബൈൽ ഫോൺ ആയാലും ഒക്കെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. പക്ഷെ ഇവിടെ ഈ ടെലിപ്പതിയിലൂടെ മൈൻഡ് കൊണ്ട് മാത്രം, മനസ്സുകൊണ്ട് മാത്രം മുന്നിലുള്ള കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അടക്കമുള്ളവ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് ടെലിപ്പതി. അതാണിപ്പോൾ ഇന്ന് എലോൺ മസ്ക് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ടെലിപ്പതി പരീക്ഷിച്ച ആൾ സുഖമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വരാനിരിക്കുന്ന ഭാവിയിൽ കൂടുതൽ ആളുകളിലേക്ക് ടെലിപ്പതി പരീക്ഷിക്കാനും അത് വിജയിപ്പിക്കാനും കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ നാഴികക്കല്ലായിരിക്കും അത് എന്നൊക്കെ എലോൺ മസ്ക് പറയുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അത്, ഏതൊക്കെ രീതിയിലാണ് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതിന്റെ വിശദമായ ചിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യഘട്ടം കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കായി എന്ന് വെച്ചാൽ തല ഒഴികെ പൂർണ്ണമായും ചലനമറ്റ് കിടക്കുന്ന ആളുകൾ, ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ അത്തരം ആളുകൾക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കാനും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവരെയാണ് ആദ്യമായി ഈ ടെലിപ്പതി ടാർഗറ്റ് ചെയ്യുന്നെന്നുള്ളതാണ് എലോൺ മസ്ക് പറയുന്നത്. 2023 പരീക്ഷണത്തിന് അനുമതി എലോൺ മസ്കിന്റെ ന്യൂറാലിങ്കിന് ലഭിച്ചതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മസ്ക് പറയുന്നത്. പരീക്ഷണം വിജയമെന്ന് ഇന്നിപ്പോ ന്യൂറാലിങ്കും അവകാശപ്പെട്ടിരിക്കുകയാണ്. 6 വർഷമാണ് പരീക്ഷണ കാലയളവ്. എന്ന് വെച്ചാൽ ഒരു രോഗിയിൽ ഒരു പേഷ്യന്റിനെ അവർ തെരഞ്ഞെടുക്കുകയും ആ പേഷ്യന്റിൽ ഈ ചിപ്പ് ഘടിപ്പിക്കുകയും 6 വർഷം കൃത്യമായി ഇത് ഈ ആളിൽ, ഈ രോഗിയിൽ അവർ ഗവേഷണം നടത്തുകയും അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് മറ്റ് അപകടങ്ങളൊന്നും ഈ രോഗിക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ നാഡീക്ഷതവും ALS-ഉം തളർച്ച ബാധിച്ചവരുമായ ആളുകളെയാണ് ഇപ്പോൾ ഇതിന് പരീക്ഷണത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ന്യൂറാലിങ്ക് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പരീക്ഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അതിന് തയ്യാറായി വന്നു എന്നുള്ളതാണ് ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നു, ഇങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് ടെലിപ്പതി പ്രഖ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ ഈ പൂർണ്ണമായും തളർന്നു കിടക്കുന്ന ആളുകളിൽ ഇത് പരീക്ഷിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ആളുകൾ അതിന് തയ്യാറായി, ഈ അംഗപരിമിതിയൊക്കെ ഉള്ള ആളുകൾ അതിന് തയ്യാറായി വന്നു എന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുകയാണ് ടെലിപ്പതിയിലൂടെ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതും കൂടിയാണ് ഇനി അറിയേണ്ടത്. തലയോട്ടിയുടെ ഒരു കഷ്ണം നീക്കം ചെയ്യും. അതായത് ഓപ്പറേഷൻ വഴി ഈ ആളിന്റെ തലയോട്ടിയുടെ ചെറിയൊരു കഷ്ണം നീക്കം ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് കുഞ്ഞു കമ്പ്യൂട്ടർ ഘടിപ്പിക്കും എന്നുള്ളതാണ്. 4/1 വലിപ്പം മാത്രമുള്ള ഒരു കുഞ്ഞു കമ്പ്യൂട്ടർ ഈ തലയോട്ടിയുടെ ഒരു കഷ്ണം നീക്കം ചെയ്തതിന് ശേഷം അവിടെ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 18 മാസം ഇയാളെ പഠന വിധേയമാക്കും. അതായത് ഈ ചിപ്പ് ഘടിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം എങ്ങനെ
ഈ ചിപ്പിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ചലനവും ഇദ്ദേഹത്തിന്റെ ചിപ്പ് ഘടിപ്പിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രീതിയിലുള്ള വ്യത്യാസം, അദ്ദേഹത്തിന്റെ ചലനത്തിലുള്ള വ്യത്യാസം ഒക്കെ കൃത്യമായി 18 മാസം നിരീക്ഷിക്കും. ഗവേഷകർക്കൊപ്പം സന്ദർശനങ്ങൾ നടത്തും. അതായത് ഇത് കൃത്യമായി നിരീക്ഷിക്കാൻ ഗവേഷകരുണ്ടാവും ഇദ്ദേഹത്തിന്റെ കൂടെ. അവരോടൊപ്പം സന്ദർശനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ഒരു മാസം ഒരു സന്ദർശനം എന്നുള്ള രീതിയിൽ ഉണ്ടാകും. കൃത്യമായ പഠനങ്ങളും നടക്കും. ഗവേഷകർക്കൊപ്പം സന്ദർശനങ്ങൾ നടക്കും. കീബോർഡും കഴ്സറും നിയന്ത്രിക്കാൻ പ്രാപ്തരാക്കും. അതായത് ഈ പരീക്ഷണ കാലയളവിൽ തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് ഈ മൈൻഡിലൂടെ തന്നെ, മനസ്സുകൊണ്ട് തന്നെ കീബോർഡും കഴ്സറും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷണ കാലയളവിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ മനുഷ്യനിൽ അത് പരീക്ഷണം നടത്തി വിജയകരമായിരിക്കുന്നു, ആദ്യത്തെ രോഗി സുഖമായിരിക്കുന്നു എന്ന് എലോൺ മസ്ക് പറയുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പേ തന്നെ മൃഗങ്ങളിൽ ഈ പരീക്ഷണം നടത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ടെലിപ്പതിയുടെ പരീക്ഷണം നടത്തി കഴിഞ്ഞതാണ്. ഒരു കുരങ്ങനിൽ ആദ്യം പരീക്ഷണം നടത്തി. കുരങ്ങൻ തൻ്റെ കൈകാലുകളൊന്നും കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് തന്നെ പിങ് പോങ് കളിച്ചു. സിസ്റ്റത്തിൽ, ഒരു കമ്പ്യൂട്ടറിൽ പിങ് പോങ് കളിച്ചു. അതിൻ്റെ ഒരു വീഡിയോ പ്രസന്റേഷനൊക്കെ ഈ ന്യൂറാലിങ്ക് നടത്തുകയും ചെയ്തിരുന്നതാണ്. മറ്റൊരു കുരങ്ങൻ ടൈപ്പിങ്ങും മൊബൈൽ ചാർജിങ്ങും നടത്തുന്നതിൻ്റെ കൂടി വീഡിയോ ന്യൂറാലിങ്ക് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കുരങ്ങനിൽ മാത്രമല്ല പന്നിയിലുമൊക്കെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെയൊക്കെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക്. അപ്പോൾ സ്വാഭാവികമായും ഇതിലിപ്പോൾ ഈ കുരങ്ങന്മാരിൽ ആദ്യ പരീക്ഷണം നടത്തി മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അംഗപരിമിതരായ ആയിരക്കണക്കിന് പേർ അതിന് തയ്യാറായി ഈ ന്യൂറാലിങ്കിന്റെ സൈറ്റിൽ ക്യൂ നിൽക്കുകയാണെന്നൊക്കെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളിൽ ഇത് പരീക്ഷണം നടത്തിയപ്പോൾ തന്നെ വലിയ തോതിൽ ഈ വിഷയം വിമർശന വിധേയമായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കം ഹാക്ക് ചെയ്യുകയാണ് ഇതിലൂടെ ന്യൂറാലിങ്കും ഒപ്പം മസ്കും ചെയ്യുന്ന ഈ ടെലിപ്പതിയിലൂടെ ഓരോ മനുഷ്യന്റെയും മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് മസ്തിഷ്കത്തെ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തികഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിന് അനുമതി നൽകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ നിരവധി സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യനിൽ പരീക്ഷണത്തിന് നേരത്തെ തന്നെ അനുമതിയായതാണ്. ആ നിലക്കാണ് ഈ പരീക്ഷണം പൂർത്തിയാക്കിയതും. അപ്പോൾ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതി ഉയർന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ടെലിപ്പതി ആദ്യമായി മനുഷ്യനിൽ പരീക്ഷിക്കുകയും അത് വിജയിച്ചിരിക്കുകയും ചെയ്തുവെന്ന് ഇലോൺ മസ്ക് പറയുമ്പോൾ അത് പൂർണ്ണമായി വിജയകരമായി കഴിഞ്ഞാൽ അതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഉയരുന്ന വിമർശനങ്ങളെ പോലെ മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ അംഗപരിമിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നരവംശ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റവും നാഴികക്കല്ലുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനി ഇലോൺ മസ്കിന്റെ അടുത്ത പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. നമുക്കും കാത്തിരിക്കാം. അതിലെ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്ത